കാനഡയിൽ വീടുകളുടെ വില ഉയരുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ ഒടുവിൽ കനേഡിയൻസ് അംഗീകരിച്ചു. വളരെ കാലമായി ഒരു മികച്ച നിക്ഷേപമായിരുന്ന റിയൽ എസ്റ്റേറ്റ് മേഖല കാനഡയിൽ സമ്പത്ത് നേടുന്നതിനുള്ള ഒരു പ്രധാന മാർഗമായിരുന്നു. എന്നാൽ 2022 ഫെബ്രുവരിയിലെ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് ശേഷം GTA ശരാശരി വിൽപ്പന വില ഏകദേശം 18% കുറഞ്ഞത്. നിലവിലെ ഈ അവസ്ഥ 1980കളുടെ അവസാനത്തിലും 1990കളുടെ തുടക്കത്തിലുമുണ്ടായ മാന്ദ്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ടൊറന്റോയിലെ വീടുകളുടെ വിലകൾ അടുത്ത വർഷവും കുറയുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. 2025 അവസാനത്തോടെ വീടുകളുടെ വില വീണ്ടും 10% കുറയുമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലെ സാഹചര്യങ്ങളെ തുടർന്ന് വീടുകളുടെ വില പ്രവചിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും, എന്നാൽ ട്രംപിന്റെ താരിഫുകളും വ്യാപാര അനിശ്ചിതത്വവും ഉണ്ടായിരുന്നിട്ടും രാജ്യം ഇതുവരെ മാന്ദ്യത്തെ അതിജീവിച്ചുവെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ കാനഡയിൽ ഒരു വീടിന്റെ ശരാശരി വിൽപ്പന വില 4 ഇരട്ടിയിലധികം വർദ്ധിച്ചു. അതേസമയം ശരാശരി കുടുംബ വരുമാനം കാര്യമായി വർദ്ധിക്കാത്തത് റിയൽ എസ്റ്റേറ്റ് മേഖലയ്ക്ക് തിരിച്ചടിയായി.